ഞാൻ ഡൗൺ ആയാലേ ഞാൻ തകരുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് പല പരിപാടികളുണ്ട്, എന്ത് ചെയ്യാൻ ഞാൻ റെഡിയാ എപ്പോഴും. അതെ, അതിപ്പോ ആൾക്കാർ പറയുന്നത് അഹങ്കാരാണ്. അതൊരിക്കലും എന്റെ കഴിവിലുള്ള അഹങ്കാരമല്ല, ഞാൻ മനസ്സുകൊണ്ട് റെഡിയാന്നേ. അത് കോൺഫിഡൻസ്. പല പണിയെടുക്കാൻ ഞാൻ റെഡിയാ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പേടി എനിക്കില്ല. എന്തൊക്കെ ഇപ്പൊ മനസ്സിലാക്കിയത്തോളം നിറയെ എന്തൊക്കെ നല്ല നല്ല ക്വാളിറ്റീസ് ആണ് സ്നേഹ ശ്രീകുമാർ എന്ന് പറഞ്ഞ ഈ ഒരു. അതൊന്നും ഞാൻ അങ്ങനെ ഒന്നും വിചാരിക്കണില്ല. ഞാൻ എന്റെ ചില കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. അല്ല, സ്നേഹം പറയുന്നതെല്ലാം വളരെ നാച്ചുറൽ ആയിട്ടും എല്ലാം ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്നതായിട്ടാണ് കേൾക്കുമ്പോൾ തോന്നുന്നത്. മാത്രമല്ല, നമ്മുടെ ലൈഫിൽ എല്ലാവരുടെയും ലൈഫിൽ താഴ്പിഴകളോ അല്ലെങ്കിൽ തിരിച്ചടികളോ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും. അതിൽ നിന്നും ഓരോന്നും പഠിച്ച് നമ്മൾ തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യരാരുമില്ല. അപ്പോൾ ആ തെറ്റിൽ നിന്ന് നമ്മൾ റിയലൈസ് ചെയ്ത് നമ്മളത് മുന്നോട്ട് നല്ല രീതിയിൽ പോവാനുള്ളൊരു മനസ്സുണ്ടല്ലോ, അതിലാണ് ഏറ്റവും വലുതായിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. സ്നേഹത്തിന് എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞു ലൈഫിൽ കിട്ടിയ തിരിച്ചടികളും അതിൽ നിന്നും സ്നേഹം എന്തൊക്കെ മാറ്റങ്ങളിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇതേപോലെ നല്ല ചിരിച്ച മുഖത്തോടു കൂടി ഇതുപോലെ ഫുൾ ഓൺ ആയിട്ട് രാത്രി 3 മണിക്ക് വിളിച്ചാലും എന്ന് പറഞ്ഞാൽ അതെനിക്ക് പറയാം. രാത്രി 3 മണിക്ക് കളിച്ചാൽ ഞാൻ എടുക്കും.